ഇവിടെ വന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എത്തിയവർക്ക് ഉണ്ടായത്. അതെല്ലാം പരിഹരിച്ച് ഒരു മേള നടത്തണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച് താലോലിച്ച് കുറേ നാളായി MLA നിലയിൽ നടക്കുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വർഷം ബഹുമാന്യായ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി MP രാജേഷോട് ഞാൻ പറഞ്ഞു, ഈ പ്രാവശ്യം മേള തരണം, ഒരു പ്രതികാരം ഇങ്ങനെ മനസ്സിലുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, കേരളം കണ്ട ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ നടത്തണം എന്ന പ്രതികാരം. രണ്ട്, അന്ന് ഞാൻ ക്ഷണിച്ചു വരാൻ സാഹചര്യമില്ലാതെ എത്താതെ പോയ എൻ്റെ സഹോദരൻ മോഹൻലാലിനെ ചെങ്ങന്നൂരിൽ കൊണ്ടുവരണം. ഇത് രണ്ടും ഇന്ന് സാധിച്ചു. MP രാജേഷ് അനുവാദം തന്നു. ഇത് രണ്ടും സാധിച്ചു. അതിൻ്റെ സന്തോഷമാണ് എനിക്കുള്ളത്. നിശബ്ദരായിട്ടിരിക്കുക. മോഹൻലാലിനോട് സ്നേഹമുള്ളവരാണെന്നെല്ലാവരും നിശബ്ദരായിരിക്കുക. കുറേ ആളുകൾക്ക് പുറകോട്ട് പോകാം, ഇവിടെ തള്ളണ്ട, കുറേ ആൾ പുറകെ നിന്ന് കാണാം. ഇന്ന് നമ്മൾ ഈ പരിപാടി ഇവിടെ 18-ാം തീയതി ആരംഭിച്ചു. 18-ാം തീയതി 10,000-കണക്കിന് കുടുംബശ്രീ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ചെങ്ങന്നൂരിലെ ജനസഹസ്രങ്ങൾ എത്തിയാണ് ഘോഷയാത്ര നടത്തി ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനമാണ്. ഈ മേളയുടെ പ്രത്യേകത, കുടുംബശ്രീ സാധാരണഗതിയിൽ ഒരു 200 സ്റ്റോളുകളാണ് തുടങ്ങുന്നതെങ്കിൽ 350 സ്റ്റോളുകൾ, വിപണന കേന്ദ്രങ്ങൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. 36 ഫുഡ് സ്റ്റാളുകൾ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ഫുഡ് സ്റ്റാളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ 70ഓളം വരുന്ന പുസ്തക പ്രസാധകർ, കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ പുസ്തക പ്രകാശകർ പങ്കെടുക്കുന്ന പുസ്തകമേള ഈ പരിപാടിയുടെ ഭാഗമാണ്. അമ്യൂസ്മെന്റ് പാർക്ക്, ഫ്ലവർ ഷോ, പെറ്റ് ഷോ, റോബോട്ടിക് ഷോ. ഇത് കൂടാതാണ് ഇന്ന് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ നടത്തി വരുന്ന കലാപരിപാടികൾ. ഇന്ന് ഈ ചടങ്ങ് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമായ ലോകപ്രസിദ്ധനായ സ്റ്റീഫൻ ദേവസ്യയുടെ പരിപാടിയോടുകൂടി നമ്മുടെ കലാപരിപാടികൾ ഇന്ന് ആരംഭിക്കുകയാണ്.